ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രാഷ്ട്രീയമായി നേരിടാൻ സിപിഎമ്മും ഭരണപരമായി പ്രതിരോധിക്കാൻ സർക്കാരും ഒരുങ്ങുമ്പോൾ രാജ്ഭവനും നിലപാടുകൾ കടുപ്പിക്കും. എസ്എഫ്ഐ പ്രതിഷേധം പരിധിവിട്ടാൽ ഗവർണർ കർശന നിലപാടുകളിലേക്ക് എത്തും. ധനപ്രതിസന്ധിയിൽ അടക്കം ഗവർണർ സർക്കാരിനോട് ചോദിക്കുന്നതിന് ഉത്തരം ഇനി നൽകില്ല. ഇതിനൊപ്പം പ്രതിഷേധവും എത്തും. ഗവർണർക്ക് ഒരു പരിഗണനയും സർക്കാർ നൽകില്ല. ഭരണഘടനാപരമായ ബാധ്യതകളിൽ മാത്രമേ സഹായം തേടൂ. പുതിയ വർഷത്തിൽ നിയമസഭ തുടങ്ങേണ്ടത് സർക്കാരിന്റെ നയപ്രഖ്യാപനത്തോടെയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സർക്കാർ നയങ്ങൾ സ്പീക്കറെ കൊണ്ട് പറയിക്കേണ്ടതും ഭരണഘടനാ ബാധ്യതയാണ്. ഇത് സർക്കാരിന് മുന്നിലെ വെല്ലുവിളിയാണ്. ഗവർണർ ഈ വിഷയത്തിൽ എല്ലാവിധ നിയമോപദേശവും തേടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി നടക്കുന്ന നയപ്രഖ്യാപനം എന്ന പ്രത്യേകത ഇതിനുണ്ട്. കേന്ദ്ര സർക്കാരിനെ ഈ നയപ്രഖ്യാപനത്തിലൂടെ കടന്നാക്രമിക്കാനാണ് സർക്കാർ തീരുമാനം. ഗവർണർക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം കടുപ്പിക്കാനാണ് സിപിഎം നിർദ്ദേശിച്ചിട്ടുള്ളത്. വർഗ ബഹുജന സംഘടനകളുടെ പ്രതിഷേധവും വരും ദിവസങ്ങളിലുണ്ടാകും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എന്നാൽ ഒരു വെല്ലുവിളിയുടെ സ്വരമുയർത്തി ഗവർണറെ നേരിടാൻ സർക്കാരോ മുഖ്യമന്ത്രിയോ കൂടുതലായി തയ്യാറാവില്ല. പകരം ഭരണഘടനാ പദവി വഹിച്ച് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതി കേന്ദ്രത്തെ അറിയിക്കാനാണ് ആലോചന. ഗവർണറെ പിൻവലിക്കണമെന്നും ആവശ്യപ്പെടും. ഇത് കോടതിയിൽ ഉന്നയിക്കാനും സാധ്യതയുണ്ട്. പിണറായി സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. അതിനുവേണ്ടിയാണ് SFIയെ വെല്ലുവിളിക്കുന്നത്. ഈ കെണിയിൽ വീഴരുതെന്നാണ് SFIക്ക് CPM നൽകുന്ന നിർദ്ദേശം. കരുതലോടെ മാത്രമേ ഇനി പ്രതിഷേധം നടക്കൂ. പോലീസിനെ വെട്ടിലാക്കുന്നതൊന്നും SFI ചെയ്യില്ല. രാഷ്ട്രീയ അജണ്ടയോടെയാണ് ഗവർണറുടെ പ്രവർത്തനം എന്നത് CPM ഏറെ നാളായി ഉന്നയിക്കുന്നതാണ്. ആ അജണ്ട സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വഴിയൊരുക്കുന്നതിലേക്ക് എത്തിയെന്നതാണ് RSS ശ്രമം. ഇതിൽ വീഴരുതെന്നാണ് നിർദ്ദേശം. സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കുള്ള സാഹചര്യം സംസ്ഥാനത്തുണ്ടെന്ന ഗവർണറുടെ പ്രസ്താവനയും ചീഫ് സെക്രട്ടറിയോട് സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള രാജ്ഭവന്റെ അന്വേഷണവും സർക്കാർ ഗൗരവത്തോടെ എടുക്കുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നു തുടങ്ങുന്നുവെന്ന് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്നുള്ള പത്രക്കുറിപ്പാണ് രണ്ടാമത്തേത്. ഇതിനെ രാഷ്ട്രീയമായി നേരിടും. 2020 നയപ്രഖ്യാപനത്തിൽ പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള സംസ്ഥാനത്തിന്റെ വിയോജിപ്പ് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം വായിക്കുന്നുവെന്ന് അറിയിച്ചാണ് വായിച്ചത്. എന്നാൽ സർക്കാർ നൽകുന്നതെല്ലാം വായിക്കുന്നതാണ് ഗവർണറുടെ രീതി. ഇനി അതിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. എതിർ സമീപനമുണ്ടായാൽ കോടതിയെ പ്രശ്നം ധരിപ്പിക്കാനാകും സർക്കാർ ശ്രമിക്കുക. വെല്ലുവിളിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തുമ്പോൾ സുരക്ഷയൊരുക്കുന്നത് പോലീസിനും വെല്ലുവിളിയാണ്. Z+ കാറ്റഗറിയിലുള്ള ഗവർണർ പലപ്പോഴും സുരക്ഷ മറികടന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നതാണ് പ്രശ്നം. കോഴിക്കോട് മിഠായി തെരുവിലിറങ്ങിയ ഗവർണർ പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്നും ജനങ്ങൾ സുരക്ഷ നൽകുമെന്നും പ്രഖ്യാപിച്ചെങ്കിലും സുരക്ഷയൊരുക്കാൻ പാടുപെട്ടുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കോഴിക്കോട് സർവകലാശാലയ്ക്ക് മുന്നിൽ സുരക്ഷയൊരുക്കാനും മറ്റിടങ്ങളിൽ നിന്ന് പോലീസിനെ എത്തിക്കേണ്ടി വന്നു. ഇത്തരം പ്രതിസന്ധികൾ ഇനിയും പോലീസിന് രാജ്ഭവൻ നൽകുമെന്നാണ് വിലയിരുത്തൽ. ഏതായാലും പോലീസിനെ അറിയിക്കാതെയാകും ഇനി ഗവർണറുടെ തുടർ നീക്കങ്ങൾ. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243.